ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോ, സെറ്റാണ് കേട്ടോ. ആടി വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരല്ലേ, ആടി വെച്ചിട്ട് അത് പേര് എനിക്കറിയില്ല. ശ്രുതിക്കാരല്ലേ? ആ ഓൻ തന്നെ. അവൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഓടാനൊന്നും ഇപ്പൊ വരലില്ല. അതെന്തേ? അതൊക്കെ വലിയൊരു കഥയാണ്. നിനക്കിപ്പോ എവിടെ പോകണ്ടേ? ഞാൻ കൊണ്ടുപോയി തരാം. അപ്പൊ അങ്ങനൊക്കെ ആണല്ലേ കഥ? അങ്ങനെയൊക്കെയാണ്. അച്ഛനായിരുന്നു അവന്റെ എല്ലാം. അച്ഛൻ പോയതോടുകൂടി അമ്മ ഒരു ഭാഗം തളം. അമ്മയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിയോട് തെറ്റിപ്പോയി. ഇപ്പം ഭക്ഷണം കൊടുക്കണമെന്നും മരുന്ന് കൊടുക്കണമെന്നും കുടിപ്പിക്കുന്ന കാവന. അതുകൊണ്ട് ഓടാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ. ല്ലേ ഇതെന്താ ഒച്ചമകളൊക്കെ? ഇതെന്താ ചെയ്യുക? ഞങ്ങൾക്ക് ആക്രി കച്ചവടം ഉണ്ടോ? അതൊന്നല്ലേ, അത് ഞാൻ ഈ റോട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോഴേ ഈ റോഡരികിലൊക്കെ ഇങ്ങനെ കുപ്പി കിടക്കല്ലോ, അത് കാണുമ്പോ അടങ്ങാറ. അതുകൊണ്ട് ഇങ്ങനെ പെറുക്കിടണ. അതെന്തിനാണ്? അത് ആർക്കെങ്കിലും കൊടുക്കാലോ പെറുക്കി കിടക്കണോക്ക്. അമ്പടാ, നല്ല കുട്ടിട്ടോ. അണക്കയിൽ നല്ല മനസ്സുണ്ടല്ലോ. എന്നാ ശരി, കാണാം. സുധിയേ, മോൻ ഇവിടെ ഇരിക്കാലേ? ഞാൻ വീട്ടിൽ പോയിരുന്നേ. അപ്പൊ പറഞ്ഞ അമ്മന്റെ ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ അത് ശരി. എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങളൊക്കെ? എനിക്ക് ഇപ്പഴാ ആളെ മനസ്സിലായത്. അന്ന് വണ്ടിയിൽ അതന്നെ എന്താ കൊഴപ്പല്ല, അങ്ങനെ പോണു. ഒക്കെ ശരിയാവടാ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ പിടിച്ചു നിൽക്കണ്ടല്ലോ, അത് തന്നെ വേണ്ടത്. പിടിച്ചു നിന്നല്ലേ ഏട്ടാ പറ്റുള്ളൂ. തളർന്നു പോയതിൻ്റെ അമ്മയല്ലേ. കൂട്ടിച്ചേർത്ത ബന്ധങ്ങളൊക്കെ പോയിക്കോട്ടെ, അതൊക്കെ പോവും ചെയ്യും. പക്ഷെ അമ്മ എന്നുള്ള ബന്ധം അതങ്ങനെ വിട്ടു പോകില്ല, വിട്ട് കളയാനും പറ്റൂല. എനിക്കത് മതി. അതന്നെ ശരി, നീ പറഞ്ഞതാ ശരി. നീ ഒരു പണി, നാളെ മുതൽ ഓട്ടം തുടങ്ങിക്കോ. നിന്റെ വട്ടച്ചളനുള്ള പൈസ നീ ഉണ്ടാക്കുക. അമ്മയ്ക്ക് ആവശ്യമായ മരുന്നോ എന്ത് കാര്യമാണെങ്കിലും ഞാൻ അതിന് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ അതെന്തേ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും പറയാമെന്ന് വിചാരിച്ചാൽ മതി. എനിക്കിത് ഇങ്ങനെ പറഞ്ഞാലാണ് പറയാനൊന്നും ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബന്ധുക്കൾ പോലും ഇട്ടറിഞ്ഞു പോയി. ശരിയായ മനുഷ്യനാട്ടാ അയാള്, ശരിയായ മനുഷ്യനാണ് കേട്ടാ. ഇങ്ങനത്തെ ചിലരുണ്ടാവും കൂടെ.